ഓരോ വ്യക്തികളും ചെയ്യുന്നത് എനിക്കറിയാമെന്നൊരു ഭാവത്തിലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് പിടിച്ച് ഇതിൽ കൊണ്ടുവന്നിട്ടതാണ്. പക്ഷേ ഈ ബിസിനസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ലീഡേഴ്സിനെ ഫോളോ അപ്പ് ചെയ്യാൻ നമുക്ക് മുന്നോട്ട് പോയാൽ ഈ ബിസിനസ്സിൽ രക്ഷപ്പെടാനല്ല വേറെ ഏത് മേഖലയിൽ നമുക്ക് വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇത് ഡ്യൂപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഞാൻ ഈ ബിസിനസ്സിൽ എത്തുന്നതിന് മുന്നേ ഞാൻ ഒന്ന് ഷെയർ ചെയ്യുന്നില്ല സ്ക്രീനിൽ. ഞാൻ ബിസിനസ്സിൽ വരുന്നതിന് മുന്നേ കുറ്റ്യാടി ടൗണിലെ ഡ്രൈവറായിരുന്നു. ഡ്രൈവിംഗ് മേഖലയിൽ നിന്നാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. എന്ന റാങ്കിലാണ് ഇന്ന് ബിസിനസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒട്ടേറെ ടീം നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു, ആദ്യം ചെയ്ത മേഖല ഡ്രൈവിംഗ് മേഖലയായിരുന്നു. കുറ്റ്യാടിയിൽ പച്ചക്കറി വണ്ടിയിലായിരുന്നു. സ്വന്തമായിട്ടുള്ള വണ്ടിയാണ് അത്. മൈസൂർ പോവും, കോഴിക്കോട് പോവും, അങ്ങനെ ലോഡ് എടുക്കും, കൊണ്ടുപോയി ഇറക്കും. നല്ല നല്ല പണിയുള്ള ടൈമായിരുന്നു. ഈ അവസരത്തിൽ ഹെർബലിന്റെ പേസ്റ്റ് യൂസ് ചെയ്ത് നിരന്തരമായി ഫോളോ അപ്പ് ചെയ്ത് ബിസിനസ് അവസരം ഏറ്റെടുത്തപ്പോൾ ഇത് ചെയ്യാൻ എനിക്കായിട്ടില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ ഏത് മേഖലയിലായാലും നമുക്ക് അതിനെപ്പറ്റി ചെറിയൊരു അറിവ് വേണം. അങ്ങനെയാണ് ഒരു RTP ക്രസന്റ് റിസോർട്ടിൽ വെച്ചൊരു RTPയിൽ വെച്ച് ഇന്ന് നമ്മുടെ NDC ലീഡർ, നമ്മുടെ മെന്റർ കൂടിയായിട്ടുള്ള അനിൽകുമാർ സാർ അവിടെ വെച്ച് പരിചയപ്പെടുന്നത്. ആ പരിചയപ്പെടുന്ന അന്നുള്ളൊരു ഫോട്ടോ ആയത്. അതിൽ ഞാൻ എവിടെ ഉണ്ട് എന്നുള്ള നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ തന്നെ പ്രയാസമായിരിക്കും. അനിയേട്ടനെ തൊട്ടായിട്ടുണ്ട്, ഷൈജുവിന്റെ നേരെ ഞാനുണ്ട്. അന്ന് ഞാനൊന്നുമല്ല ഈ ബിസിനസ്സിൽ വന്നേരെ ഇതിനെപ്പറ്റി ഒരു അറിവോ കാര്യമോ ഒന്നുമില്ല. അന്ന് അനിൽകുമാർ സാറെ RTPയിൽ വെച്ച് ഒരു ചായ കുടിക്കുന്ന ടൈമിൽ സാറെ കണ്ട്, സാറ് എന്നെ പരിചയപ്പെടുത്തിയ ലീഡർ സാറെ കാണിച്ചു തന്നെ. അപ്പൊ ഇതാണ് അനിൽകുമാർ സാർ, ഇതാണ് പ്രതീഷ് എന്ന് പറഞ്ഞ ആള് പറഞ്ഞു. അങ്ങനെ അയാളുമായിട്ട് പരിചയപ്പെട്ടു. പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് നേരം വെളുക്കുമ്പോൾ ഞാൻ കണി കാണുന്നത് ഈ അനിൽകുമാർ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. നിരന്തരമായിട്ട് ഒരു ദിവസമില്ലാണ്ട് എൻ്റെ വീട്ടിൽ വന്നിരിക്കും. അങ്ങനെ ഇരുന്നിട്ട് ഇയാള് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു അങ്ങനെയുള്ള ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യാൻ ഇത്ര നല്ലൊരു ലീഡേഴ്സ് ഇല്ല. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മൾ 1-2 പ്രാവശ്യം വിളിക്കുമ്പോൾ തന്നെ നമുക്ക് അസ്വസ്ഥതയും കാര്യമെല്ലാം ഉണ്ടാവും പുതിയൊരാൾക്കാർക്ക്. അങ്ങനെ നിരന്തരമായി എന്നെ വിളിക്കുകയും ചെയ്യും. കുറ്റിയാടി TV വരും. ഞാൻ പച്ചക്കറി ഇറക്കി വന്ന ടൈമിന് വണ്ടി കയറിയിരിക്കും. അങ്ങനെ തന്നെ ഞാൻ വണ്ടി എടുത്ത് എൻ്റെ വീട്ടിലേക്ക് വരും. വീട്ടിൽ പിന്നെ സാറ് പോവാ വൈകുന്നേരം. അങ്ങനെ ലിസ്റ്റ് ഇടിച്ച് അങ്ങനെ കുറെ ലിസ്റ്റെല്ലാം ഇട്ട് പിന്നെ നിരന്തരമായിട്ട് എന്നെ കോഴിക്കോട് നളന്ത എന്ന പ്രോഗ്രാം സെന്ററിൽ എത്തിക്കും. നളന്തയിൽ 1 വർഷം വരെ ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടും എൻ്റെ കൂടെ ഒരു വ്യക്തി വരെ ജോയിൻ ചെയ്തിട്ടില്ല. ആദ്യം ഞാൻ എൻ്റെ ഫാമിലിയോടെല്ലാം ബിസിനസ് അവസരം പറഞ്ഞ് ആരും ഏറ്റെടുത്തില്ല. ഏറ്റെടുക്കാതെയപ്പോൾ നമുക്കും ഈ ബിസിനസ് വിജയിച്ചേ മതിയാവും എന്നുള്ള ക്രൈസ് വന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം വന്ന് അങ്ങനെ നിരന്തരമായി നളന്തയിൽ പോയി പോകുന്നത് മാത്രമല്ല, കുറ്റ്യാടിയിൽ നിന്ന് ഒരു വണ്ടി എടുത്ത് നളന്തയിലെത്തി. ആ വണ്ടിയിൽ ഒരു 6-7 ആളുണ്ടാവും. ഒരു വേനാണ്. ആ വേനും എടുത്ത് നളന്തയിൽ പോയി ആ വണ്ടിയിൽ എണ്ണ അടിക്കുന്ന ചെലവനൊക്കെ ഉണ്ട്. ഫസ്റ്റ് തന്നെയാണ്. അതേപോലെ അവിടെ മീറ്റിങ്ങിൽ കൊണ്ടുപോയിട്ട് അടുത്ത എൻട്രി ഫീസ് 20 റുപ്യായിരുന്നു അന്ന്. ആ 20 റുപ്യ ഞാൻ കൊടുക്കും. എല്ലാം കൂടി നല്ലൊരു ചെലവ് വരും. എന്നിട്ട് ഒരു വ്യക്തി ജോയിൻ ചെയ്തില്ല. ഇതേപോലെ കുറ്റ്യാടിയിൽ നിന്ന് വ്യക്തിനെ ഞാൻ നളന്തയിലേക്ക് ഒരു ഓട്ടോ കൂട്ടി കൊണ്ടുപോയി. അദ്ദേഹം അവിടുന്ന് വേറൊരാളെ കൂടെ ജോയിൻ ചെയ്ത്. ഇങ്ങനെയുള്ള ഒരുപാട് ക്രേസുകൾ വന്നിട്ട് ഞാനിതിൽ പിടിച്ചു നിന്ന് എങ്ങനെയെങ്കിലും വിജയിക്കണം എന്നൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടാണ്. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ബിസിനസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആരാണോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ലീഡേഴ്സ്, ആ സപ്പോർട്ട് ചെയ്യുന്ന ലീഡേഴ്സിനെ നല്ലവണ്ണം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ ഇതിൽ വിജയിക്കും എന്ന് പറഞ്ഞാൽ യാതൊരു സംശയമില്ല. ഇത് കാലഘട്ടത്തിന്റെ ബിസിനസ്സാണ്. ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ആദ്യം ലിസ്റ്റ് ചെയ്യണം. അതേപോലെ ഇങ്ങനത്തെ കുറച്ച് ഹോം മീറ്റിംഗ് നടത്തണം, ഫോളോ അപ്പ് നടത്തണം. അതേപോലെ തന്നെ മെഗാ GTS ഉണ്ടെങ്കിൽ GTS നമ്മൾ നിർബന്ധമായിട്ട് പങ്കെടുക്കണം. അതേപോലെ തന്നെ ഇവന്റ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ്സിൽ സക്സസ് ആകാൻ പറ്റൂ. അപ്പൊ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ 1-to-1 കൊടുക്കുമ്പോൾ ഉള്ള എത്ര ശതമാനം റിസൾട്ട് വരുന്നത് വെച്ചാൽ വെറും 25% മാത്രമേ 1-to-1 റിസൾട്ട് ഉള്ളൂ. ശരിക്കും ഒരു 1-to-1 ഒരാൾക്ക് കൊടുക്കുമ്പോൾ 1 മണിക്കൂർ വരെ നമ്മളെ ടൈം പോകുന്നുണ്ട്. അതിൽ റിസൾട്ട് വരുന്നത് 25% മാത്രമേ ഉള്ളൂ. അതിലും നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു പുതിയൊരാളെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവർ ലിസ്റ്റ് മേക്ക് ചെയ്ത്, അതേപോലെ തന്നെ ആ വീട്ടിൽ എന്ത് ചെയ്യണം, ലിസ്റ്റ് മേക്ക് ചെയ്തതിനു ശേഷം ഒരു ഹോം മീറ്റിംഗ് പ്ലാൻ ചെയ്യണം. ഹോം മീറ്റിങ്ങിന്റെ പ്ലാനിങ്ങിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 75%. നേരത്തെ 1-to-1 ഞാൻ പറയും. 1-to-1 1 മണിക്കൂർ നമ്മൾ ഒരാളോട് ബിസിനസ് അവസരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയോട് മാത്രമേ നമുക്ക് 1-to-1 പറയാൻ പറ്റൂ.
ഈ ഹോം മീറ്റിംഗ് ആണെങ്കിൽ നമുക്ക് 10-20 ആളെ അവിടെ ഇരുത്തിക്കാം. ആ 10-20 ആളെ ഇരുത്തിച്ചിട്ട് ആ 1 മണിക്കൂർ കൊണ്ട് 20 ആളോട് ബിസിനസ് അവസരം പറയാൻ നമുക്ക് സാധിക്കും. ഈ ഹോം മീറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേത്തെ ദിവസം നമ്മൾ 20 ആളോട് പറഞ്ഞു കഴിഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി ലീഡേഴ്സ് എന്ത് പറയുന്നത് അതേപോലെ തന്നെ ആ ഗസ്റ്റിനെ കൊണ്ട് ഫസ്റ്റിൽ എന്ത് ചെയ്യണം, അവരെ സ്വാഗതം ചെയ്യിക്കുക. പിന്നെ ഇപ്പോൾ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള ആൾ കൊണ്ട് അതേപോലെ പ്ലാന് പ്രസന്റ് ചെയ്യുക. പിന്നെ ചീഫ് ഗസ്റ്റിനെ വിളിക്കുക, അവരുടെ വന്ന എക്സ്പീരിയൻസും കാര്യമെല്ലാം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഫോളോ അപ്പാണ്. ഫോളോ അപ്പ് എന്ന് പറയുന്നത് എന്താ, 24 മണിക്കൂറിനുള്ളിൽ ഫോളോ അപ്പ് നടന്നിരിക്കണം. നടന്നിരുന്നാൽ മാത്രമേ നമുക്ക് ആ സെയിൽ ക്ലോസിങ് നടക്കും, ഓപ്പണിങ് നടക്കും. ഫോളോ അപ്പ് എന്ന് വെച്ചാൽ നിരന്തരമായിട്ട് ലീഡേഴ്സ് ഫോളോ അപ്പ് നടത്തുമ്പോൾ അന്ന് ലീഡേഴ്സിന്റെ കൂട്ടിപ്പോയ നമ്മളെ വ്യക്തി ഉണ്ട്, ആരാണോ നമ്മുടെ വീട്ടില് അന്ന് ഫോളോ അപ്പിനെ കൂട്ടിയ ലീഡേഴ്സിൽ. അപ്പോൾ ലീഡേഴ്സ് സംസാരിക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ടുപോയ ഒരു വ്യക്തി സംസാരിക്കാൻ പാടില്ല. ആദ്യമായിട്ട് എന്താണോ കേൾക്കുന്നത് അതേപോലെ അടുത്തിരുന്ന് കേൾക്കാൻ തയ്യാറാണ്. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ലീഡേഴ്സിനെയും കൂട്ടിപ്പോ ലീഡേഴ്സ് പറയുന്നതിന്റെ മുന്നേ നമുക്ക് പറഞ്ഞു തീർക്കണം എന്നുള്ളൊരു മനോഭാവത്തിലാണ് ഇപ്പോൾ ഉള്ള ആൾക്കാരുള്ളത്. അത് മാറണം. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നെ ഇപ്പോ ജയശേട്ടനെയും കൂട്ടി പ്രത്യേകിച്ച് ഫോളോ അപ്പിന് പോകുന്നത്. ഫോളോ അപ്പിന് പോകുന്നാണെങ്കിൽ ചിലപ്പോൾ ജയശേട്ടൻ സംസാരിക്കുന്നതിന്റെ മുന്നേ നമുക്ക് ആവേശം ഉണ്ടാവും, എങ്ങനെയെങ്കിലും അവരെ കൂട്ടി ഈ ബിസിനസ്സിൽ എത്തിക്കാൻ വേണ്ടി സന്തോഷം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ജയശേട്ടൻ അവിടുന്ന് ആരാണോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നത് അദ്ദേഹത്തോട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ക്രോസിങ്ങിന്റെ സമയത്ത് എല്ലാവർക്കും സംസാരം വരിക, താനാണ് മുറിഞ്ഞു പോകും. അപ്പൊ അത് ക്രോസിങ് നടക്കൂല. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മളിപ്പോ നടന്നു വരുന്നുണ്ട് പലയിടത്തും. ഇപ്പൊ ഒരു കോൺടസ്റ്റ് എല്ലാം വിന്നായി കോൺടസ്റ്റിനെ കുറിച്ചെല്ലാം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പുറത്തുനിന്നുണ്ടാവും ചിലപ്പോൾ ഫോണിന്റെ പണി നോക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പേപ്പർ എടുത്ത് നോക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മൾ ആദ്യമായിട്ടൊരു വ്യക്തി എങ്ങനെയാണോ ഒരു പ്ലാൻ പ്രസന്റ് ചെയ്ത് കേൾക്കുന്നത്, അതേപോലെ ഒരു ലീഡേഴ്സ് പറയുന്നത് കേൾക്കുന്നത്, അതേപോലെ അടുത്തിരുന്ന് കേൾക്കാൻ നമ്മൾ തയ്യാറാണ്. എന്നാലാണ് പുതുതായി നമ്മളെ പറഞ്ഞ വ്യക്തിക്ക് ഇത് നമ്മളും സീരിയസ് ആണെന്ന് തിരിയും. അതാണ് മെഗാ GTS. GTSന് 80% റിസൾട്ട് ഉണ്ട്. 80%. അത് ഇത് കമ്പനി GTS, അതേപോലെ നല്ല ഓൾ ക്രൗഡുള്ള. ഇത് നളന്തയിലെ ഒരു പിക്ചറായത്, നമ്മളെ കോഴിക്കോട് നളന്തയിലെ. ഈ GTS അറ്റൻഡ് ചെയ്യുള്ള പ്രശ്നം വെച്ചാൽ കൂടുതൽ ആൾക്കാരെ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും പുതിയ. അല്ലാണ്ട് ഓരോ വീക്കിലി നടക്കുന്ന നമ്മുടെ ഏരിയ GTS ഉണ്ട്. ഏരിയ GTSൽ അവിടെ ഉള്ള ലീഡേഴ്സിന്റെ ഒരു എക്സ്പീരിയൻസ്. ഇത് പല ടീമിലുള്ള പല വ്യക്തികളുടെ എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ ആരെ എക്സ്പീരിയൻസിലൂടെയാണോ നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത്, ചിലപ്പോൾ അങ്ങനെയായിരിക്കും ചില വ്യക്തികൾ ഈ ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. നല്ല ഓൾ ക്രൗഡുള്ള GTS കൊണ്ടുപോയിരുത്തുക. GTSൽ ഇരുന്നതിന് ശേഷം അവിടുന്ന് പല ലീഡേഴ്സും പലതരം എക്സ്പീരിയൻസ്. പല ആൾ ഞാൻ വന്ന് ഹെർബലിന്റെ പേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ്, ചില ആൾ വന്ന് സുഹൃത്തിനെ ഒഴിവാക്കാൻ പറ്റാണ്ടായിരിക്കും, ചില ആൾക്കാർ വന്ന് വേറെ ഏതെങ്കിലും രൂപത്തിലാക്കി. ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് അത് ശരിക്കും നമുക്ക് സ്ട്രൈക്ക് ചെയ്യും. ഇത് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളെ ഉള്ളിൽ കയറി എനിക്കും ഇതിൽ വിജയിക്കാൻ പറ്റും. നമ്മളെല്ലാം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ട്. നമ്മളെ പ്രശ്നം എന്താണ് ചെയ്യേണ്ടത്, ആരാ ഒരു വിശ്വാസക്കുറവാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മളെ കൊണ്ടുവന്ന വ്യക്തിയെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുക, എന്നിട്ട് കൂടെ നിന്നാൽ നമുക്ക് ഈ ബിസിനസ്സിൽ യാതൊരു സംശയമില്ല, ഒരു സംശയമില്ല. കാലഘട്ടത്തിന്റെ ബിസിനസ്സാണ്. ഞാനിത് ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ഈ ബിസിനസ് പല ആൾക്കാരും ഇത് ഏറ്റെടുക്കും. സക്സസ് ആയ ആൾക്കാരെ കാണിക്കാനുണ്ട്. ഒരു 10 കൊല്ലം മുന്നേ, ഒരു 5 കൊല്ലം മുന്നേലാണെങ്കിൽ നമുക്ക് പറയാം ഇത് ചെന്നൈയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, കർണാടകയിലുണ്ട് വിജയിച്ച ആളെന്ന്. ഇന്ന് നമുക്ക് തൊട്ട് കാണിക്കാനുണ്ട്. നമ്മുടെ അതേ വാർഡുകളിലുണ്ട്, അതേ ജില്ലകളിലുണ്ട്, പഞ്ചായത്തുകളിലുണ്ട് വിജയിച്ച ആൾക്കാർ. അപ്പോൾ ഇത് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ നമുക്ക് അത് പോസിറ്റീവ് എനർജിയാ. വിത്ത് പ്രൂഫ് വരെ നമുക്ക് കാണിച്ചു കൊടുക്കാം വിജയിച്ച ലീഡേഴ്സ് ഉണ്ടാവുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ വിജയിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നടക്കുകയാണെങ്കിൽ ലീഡേഴ്സ് പറയുന്നത് അനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോവുക. അതേ മെഗാ GTSൽ 80% റിസൾട്ട്. അതുകൊണ്ട് ഇത് കമ്പനി GTS ആരും ഒഴിവാക്കരുത്, അതേപോലെ തന്നെ ഏരിയ വൈസ് GTS ഒഴിവാക്കരുത്. ഈ ബിസിനസ്സിൽ വളർച്ച എന്ന് വെച്ചാൽ പഠിക്കാൻ തയ്യാറായാൽ മാത്രമേ വളർച്ച ഉണ്ടാവും. അതൊരു ബുക്ക് എടുത്തിട്ട് കോളേജിൽ പോകുമ്പോൾ പോകണോ, വേണ്ട. അത് ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങളും, അതേ ലീഡേഴ്സ് ഹോം മീറ്റിംഗ് ആയാലും 1-to-1 ആയാലും FSS ആയാലും അതിൽ RR ആയാലും RTP ആയാലും ഇതേപോലത്തെ ട്രെയിനിങ്ങിനും മീറ്റിങ്ങിനും പങ്കെടുത്ത് ചെറിയ ചെറിയ നോളജ് കിട്ടിക്കൊണ്ട് നമുക്ക് ഈ ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. മെഗാ ഇവന്റിന് 100% റിസൾട്ടാണ്. ഒരു മെഗാ ഇവന്റ് ഇങ്ങനെ ഒരു പ്രോഗ്രാം സെന്ററിൽ നമ്മളൊരു വ്യക്തി അവിടെ കൊണ്ടുപോയി എത്തിക്കുകയാണെങ്കിൽ
അദ്ദേഹം 100% സക്സസ് ആണ്. 100% ആ റിസൾട്ടാണ് അതിനെന്ത് ചെയ്യാ, നമ്മളിപ്പോ ഒരു മെഗാ ഇവന്റ് വെച്ചിട്ടുണ്ട്. എവിടെയാ വെച്ചേ? ഉള്ളിയേരി ഇവന്റ്സ് ഹാളിൽ വെച്ചിട്ട്. അവിടെ വെച്ച് നടത്തുന്ന ഇവന്റ് ഇത് നമ്മൾ എ ടീം ഇന്റർനാഷണൽ എന്ന ടീം വെക്കുന്ന ഒരു പ്രോഗ്രാം, നമ്മൾ വെക്കുന്നതാണ് ഈ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൽ മാക്സിമം ടീമിനെ നമ്മൾ പിടിച്ച് കയറ്റുക. മാക്സിമം ടീമിനെ വെച്ചാൽ ചിലപ്പം വരൂല, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളൂ. ഇത് കേട്ടിട്ട് ഞാൻ ഇനി ആദ്യമായിട്ടാണ് ഒരു പ്രോഗ്രാമിംഗ് സെന്ററിലേക്ക് വിളിക്കുന്നത്, ഇതെന്താണെന്ന് മനസ്സിലാക്കാനാണ്. പുതുതായി വരുന്ന വ്യക്തികളോട് പറയാം, എനിക്കിതൊന്ന് ചെയ്യണം, ഇത് നല്ലതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എനിക്ക് നിന്നെ വിശ്വാസമാണ്. അങ്ങനെ പറഞ്ഞിട്ട് ആ പ്രോഗ്രാം സെന്ററിൽ എത്തിക്കുക. ആ പ്രോഗ്രാം സെന്ററിൽ എൻ്റെ ഓർഗനൈസേഷൻ 1 എന്നും ഓർഗനൈസേഷൻ 2 എന്നും ഞാൻ ആരെ എത്തിക്കുന്നത്, അതെന്റെ വിജയത്തിന് വേണ്ടിയിട്ടായിരിക്കും. അല്ലാതെ മറ്റുള്ളവർ എത്ര ആളെ കൊണ്ടുവന്നോ അവനെത്ര കൊണ്ടുവന്നോ എന്ന് പറഞ്ഞ എണ്ണം തേച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. എനിക്ക് എത്ര ആളെ കയറ്റാൻ പറ്റും, അങ്ങനെ ആ പ്രോഗ്രാം സെന്ററിൽ കയറ്റുക. എന്തായാലും അച്ചീവ്മെന്റ് ഉണ്ടാക്കിയ ലീഡേഴ്സ് അവിടെ ഉണ്ടാവും, വിജയിച്ച ലീഡേഴ്സ് ഉണ്ടാവും. അവിടെ വരുന്നത് ഡയമണ്ട് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള അനീഷ് ബാബു സാറാണ്. അതേപോലെ തന്നെ ബെന്നി സാറുണ്ട്. അല്ലെ ITC ലീഡർമാരായ ശൈലേഷ് ബാലൻ സാറുണ്ടാവും. അതേ ശ്രീധരൻ സാറുണ്ടാവും. ബിജു VK സാറുണ്ടാവും. ഇങ്ങനെയുള്ള ഒട്ടനവധി ലീഡേഴ്സ് അവിടെ ഉണ്ട്. അതേപോലെ നമ്മുടെ ഗ്രേറ്റ് ലീഡർ അനിൽകുമാർ സാറുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ടീമിലുള്ള എല്ലാവരും അവിടെ ഉണ്ടാവും. അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ മൊമെന്റവും കാര്യവും വിജയിച്ച ലീഡേഴ്സിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും കിട്ടും. പുതിയൊരു വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത്, ഏറ്റെടുത്താൽ ഇതിലും വലിയൊരു മേഖല, ആഗ്രഹത്തിനനുസരിച്ചും സ്വപ്നത്തിനനുസരിച്ചും ജീവിക്കാൻ പറ്റിയ ഇതിലും വലിയൊരു അവസരം നമുക്ക് കിട്ടാനില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആരാണോ പ്രോഗ്രാം വെച്ച് അത് എൻ്റെ പ്രോഗ്രാമായി ഓരോരുത്തരും ഏറ്റെടുക്കുക. ഞാനിന്നൊരു പ്രോഗ്രാം വെച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ടീമിന്റെ പ്രോഗ്രാമാണ്. മാക്സിമം ടീമിനെ കയറ്റി, മാക്സിമം എന്ന് വെച്ചാൽ അവിടെ ഒരു 1500ഓളം ആളെ പ്രോഗ്രാമാണ് നമ്മൾ കൊടുത്തത്. ആരും എൻട്രി ഫീസ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ പ്രോഗ്രാമിൽ അടുത്തടുത്ത് കൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്ത് വെച്ചാൽ നമുക്ക് മൊമെന്റവും അതേപോലെ തന്നെ പല പൊന്നാടി ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ സെറ്റ് ചെയ്യാണ്ട് അതിൻ്റെ ഒരു പ്രയാസത്തിലാണുള്ളത്. അതുകൊണ്ട് ഇന്ന് പറയാനുള്ള എല്ലാവരും ഇന്ന് തന്നെ ആ പ്രോഗ്രാമിന്റെ എമൗണ്ട് കൊടുത്ത് നല്ല ലീഡേഴ്സിനെ ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ പ്രോഗ്രാമാക്കി ഏറ്റെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ബിസിനസ്സിൽ നമുക്ക് പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ്സാണ്. അപ്പോൾ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കൊണ്ടാണ് ഇതിൽ കൂടുതൽ ആളും ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ റീറ്റെയിലിംഗ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ വീട്ടിലുള്ള ബ്രാൻഡ് ഒന്ന് ചേഞ്ച് ചെയ്യാം. നമുക്കൊരു വിശ്വാസം വേണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ ബ്രാൻഡ് ചേഞ്ച് ചെയ്യണം. നമ്മളെ ബ്രാൻഡ് ചേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്കൊരു കോൺഫിഡൻസോട് കൂടി പറയാൻ പറ്റും, ഞാൻ ഉപയോഗിച്ച സാധനമാണ്, നീ ധൈര്യത്തിൽ ഉപയോഗിച്ചോ നമുക്ക് പറയാനാണെങ്കിൽ ഞാൻ ഉപയോഗിച്ചാലേ എനിക്ക് പറയാനാവും. ഞാനെന്ന വ്യക്തി എനിക്ക് എന്ത് ഉൽപ്പന്നം കഴിക്കണമെങ്കിലും ഡോക്ടർ സമ്മതം ഇല്ലാണ്ട് കഴിക്കാൻ പറ്റില്ല. അതൊരു സർജറി കഴിഞ്ഞുള്ള ഞാനെന്ന വ്യക്തി വെൽഹാർട്ട് എന്ന ഉൽപ്പന്നം 2 ബോട്ടിൽ കഴിച്ച് 2 ബോട്ടിൽ കഴിച്ചതിന് ശേഷം ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് കാണിച്ചു കൊടുത്ത്, സാറേ എനിക്ക് ഇത് കഴിക്കാൻ പറ്റുമോ? പക്ഷെ എൻ്റെ വിശ്വാസമാണ് ഞാൻ ചെയ്യുന്ന ജോലി, ഞാൻ ഇത് ഫുൾ ടൈം ആയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ പാർട്ട് ടൈം പരിപാടി ഒന്നുമില്ല. ഏറ്റെടുത്ത സാധനം ഫുൾ ടൈം ആയിട്ട് ചെയ്യും. ഫുൾ ടൈം ആയിട്ട് ചെയ്ത് അതിൻ്റെ നേട്ടങ്ങൾ എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഉൽപ്പന്നം ഞാൻ ബിബി സാറെ സ്കാനിങ്ങിന്റെ റിസൾട്ട് കൊണ്ടുപോകാൻ കോഴിക്കോട് ഒരു ഡോക്ടറെ അടുത്ത് പോയി. ആ ഡോക്ടർക്ക് എൻ്റെ വെൽഹാർട്ട് എന്ന പ്രൊഡക്റ്റിൻ്റെ ക്യാപ്സ്യൂളിൻ്റെ ഒരു ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ബോട്ടിൽ ഞാൻ ഡോക്ടർക്ക് കാണിച്ചു കൊടുത്തു. ഡോക്ടർ നോക്കി, ഫോൺ എടുത്ത് സൂം ചെയ്ത് നോക്കി. ഡോക്ടർ പറഞ്ഞ് ധൈര്യത്തിൽ കഴിച്ചു, ആയുഷിൻ്റെ ഉൽപ്പന്നമല്ലേ. അത് നമുക്ക് പറഞ്ഞു കൊടുക്കാനാവണം, അത് നമ്മൾ ചെയ്ത കാര്യമാണ്. അപ്പൊ എനിക്ക് ഒരു വെൽഹാർട്ട് എന്ന പ്രൊഡക്റ്റ് ഞാൻ ഇപ്പോൾ JS-R കൊടുക്കുന്നതാണെങ്കിൽ എനിക്ക് JS-R ഇതൊന്നും നിങ്ങൾ കഴിച്ചു നോക്കുമെന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല. ഇത് ഞാൻ ഉപയോഗിച്ച ഉൽപ്പന്നമാണ്, ധൈര്യത്തിൽ കഴിച്ചാൽ എനിക്ക് വിശ്വാസമുണ്ട്. നമ്മൾ വിശ്വാസമുള്ളത് ഇത് കഴിക്കും, യാതൊരു സംശയമില്ല. അങ്ങനെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിനാണ് പറയുന്നത്, നമ്മൾ ആദ്യം നമ്മളെ ബ്രാൻഡ് മാറ്റും. നമ്മൾ ഉപയോഗിച്ച പ്രൊഡക്റ്റ്, നമ്മൾ യൂസ് ചെയ്യുക പ്രൊഡക്റ്റ്, അതിന് ശേഷം മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്താൽ നമുക്ക് കച്ചവടം നടക്കും. നീ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുന്ന ഒരു വ്യക്തി ഒരു പ്രൊഡക്റ്റ് മേടിക്കില്ല. ഏത് പ്രൊഡക്റ്റ് ആയാലും ഒരു പ്രൊഡക്റ്റ് കഴിച്ചാലും സാധിക്കാൻ പറ്റുമോ? കാര്യമില്ല. ഇപ്പം ചെയ്യുന്ന ഈ പറയുന്ന നിത്യം യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ ബ്രാൻഡ് ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ബിസിനസ്സിലേക്ക് ആളെ കയറ്റി കൊണ്ടുവരാം. നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിന്റെ ബ്രാൻഡ് ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ബിസിനസ്സിൽ ആളെ കയറ്റി കൊണ്ടുവരാം. നിത്യം വീട്ടിൽ ഉപയോഗിക്കുന്നത് അതേതായാലും ഹെർബലിന്റെ പേസ്റ്റ് ഈ പേസ്റ്റ് എത്ര പൈസ ഈ പേസ്റ്റിന് നമുക്ക് കിട്ടുന്നത്? ഈ പേസ്റ്റിന്റെ MRP റേറ്റ് വരുന്നത് 194 രൂപയാണ്. ഹെർബൽ പേസ്റ്റിന്റെ MRP റേറ്റ്.
ഈ പേസ്റ്റ് നമുക്ക് എത്ര റുപ്യ കിട്ടും? 143 റുപ്യക്ക് ഈ പേസ്റ്റ് നമുക്ക് കിട്ടും. 143 റുപ്യ കിട്ടുന്ന പേസ്റ്റ് 194 കൊടുത്താൽ നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് എത്ര കിട്ടും? കമ്പനി 75% ബിസിനസ് പോലെ നമുക്ക് തരുന്നുണ്ട്. അതെങ്ങനെയാ വരുന്നത്? 143 × 75 ഹരിക്കണം 100 എത്രയാ? 107.225. ഇത് ബിസിനസ് വോളിയം നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ബിസിനസ് വോളിയത്തിന് എന്ത് ചെയ്യുന്നത്? എങ്ങനെയാണ് ബിസിനസ് വോളിയം എന്ന് പറയുന്നത്? നമ്മളിപ്പോൾ ഡേ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റിലും പോയാൽ നമുക്കൊരു കാർഡ് തരുന്നുണ്ട്. ഈ കാർഡ് തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ആ കാർഡ് കുത്തി നമുക്ക് വില കുറച്ച് കിട്ടുന്നുണ്ട്. ഈ വില കുറച്ച് കിട്ടുന്ന ഒരു അവസരമാണ് എന്ത്? നമ്മളെ പേരും അഡ്രസ്സും ഡീറ്റെയിൽസും കൊടുക്കുക. കമ്പനി നമുക്ക് എത്ര പൈസക്കാണോ ഈ ഉൽപ്പന്നം തന്നെ 143 റുപ്യക്ക് തരുന്ന ഉൽപ്പന്നം 143 തന്നെ ഞാൻ പ്രവിദേശിക്ക് കൊടുക്കുന്നതാണെങ്കിൽ എനിക്ക് കമ്പനി 107 സംതിങ്ങും എന്ത് ചെയ്യുന്നുണ്ട്? ബിസിനസ് പോലെ നമുക്ക് ഈ ബിസിനസ് പോലെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള നിങ്ങൾ ഏതെങ്കിലും ബന്ധുവോ സുഹൃത്തോ ഒരു കച്ചവടം നടത്തുന്നുണ്ട്, ആ കടയിൽ പോയിട്ട് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. നിങ്ങൾക്ക് ഒരു പേസ്റ്റ് കൊടുത്താൽ എന്ത് കിട്ടും? 3 റുപ്യ കിട്ടും, അല്ലെ 2 റുപ്യ കിട്ടും. എന്താ അങ്ങനെ കിട്ടുന്നത്? ആ പേസ്റ്റ് ആ കടയിലെത്തുന്ന കുറെ ഇടനിലക്കാരുടെ കൈ കൂടിയാണ്. നമ്മൾ ഈ ഉൽപ്പന്നം നിർമ്മിക്കാനുള്ള ചെലവ് 100 റുപ്യന്റെ ഉൽപ്പന്നം നിർമ്മിക്കാനുള്ള ചെലവ് 35 മുതൽ 40% വരെ ഫാക്ടറിന്റെ ലാഭം അടക്കി വരുന്നുള്ളൂ. ഈ ഉൽപ്പന്നം CNF ഏജന്റ്, സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, ഹോൾസെയിലർ, റീറ്റെയിലർ, ഈ പരസ്യം കഴിഞ്ഞ് എൻ്റെ നിങ്ങളെ കയ്യിലെത്തുമ്പോഴേക്ക് ആ കടയിലെത്തുന്ന എത്രയാ? റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് ആ കടയിലെത്തുന്നത് 97 റുപ്യക്കോ 96 റുപ്യക്കോ കിട്ടും. ആ കടക്കാരന് എത്ര കിട്ടും? 3 റുപ്യ ലാഭം കിട്ടും, അല്ലെ 4 റുപ്യ ലാഭം കിട്ടും. ഇത് ഒഴിവാക്കി നേരിട്ടുള്ള ഒരു കച്ചവടമാണ് നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ ഒരു 10 പേസ്റ്റ് ഡെയിലി നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ 510 റുപ്യ റീറ്റെയിൽ ലാഭം മാത്രം കിട്ടും. അതേപോലെ അക്കൗണ്ടിൽ വരുന്ന പൈസ വേറെ ഉണ്ടാവും. ഇത് നമ്മൾ എന്ത് ചെയ്യുക? ഇത് ശരിക്ക് സീരിയസ് ആയിട്ട് നമ്മൾ ചെയ്താൽ മാത്രം മതി. എന്നാൽ നമുക്ക് ഈ ബിസിനസ് വിജയിക്കാം. നമ്മൾ 2 തോണി കാലിട്ടാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വിജയിക്കണമല്ല. ഇതോ ചെയ്യേണ്ടി അതോ ചെയ്യേണ്ടി, ആ മൈൻഡ് നമ്മൾ മാറ്റിയിട്ട് സീരിയസ് ആയി ബിസിനസ് അവസരം ഏറ്റെടുക്കുക. ഇതേപോലെ തന്നെ ഒട്ടനവധി പ്രൊഡക്റ്റ് ഉണ്ട്. ഇത് നമ്മൾ ഡെയിലി യൂസ്ഡ് പ്രൊഡക്റ്റുകൾ മാത്രമാണ്. അതേപോലെ തന്നെ ഡിഷ് വാഷ് ലിക്വിഡ് എത്ര MRP റേറ്റ് വരുന്നത്? 165 റുപ്യാണ്. ഇത് XX ആണ് സാധനം. ഇതേ ഇത്ര തന്നെ വെള്ളം 2 യൂസ് ചെയ്യാം സാധനത്തിന്. 165 റുപ്യക്ക് MRP കിട്ടുന്ന ഈ പ്രൊഡക്റ്റ് നമുക്ക് എത്ര റുപ്യ കിട്ടും? 127 റുപ്യക്ക് കിട്ടും ഈ സാധനം. 127 റുപ്യക്ക് കിട്ടിയ പ്രൊഡക്റ്റ് നമ്മൾ 165 കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് റീറ്റെയിൽ ലാഭം കിട്ടൂലേ? ആ ലാഭം വേറെ തന്നെ കിട്ടൂലേ? ഇതിന്റെ 12% 44 നമുക്ക് റീറ്റെയിൽ ആയിട്ട് കിട്ടുന്നില്ല. നമ്മൾ റീറ്റെയിൽ കിട്ടുന്ന പൈസക്ക് കൊടുത്താൽ കിട്ടുന്നുണ്ട്. ബിസിനസ് വോളിയം കിട്ടും 44.45 ബിസിനസ് വോളിയം നമുക്ക് കിട്ടുന്നുണ്ട്. അത് അരിച്ചു കൂട്ടിയാൽ 2 റുപ്യ 66 പൈസ നമുക്ക് വരുന്നില്ലേ? ഒറ്റ പ്രൊഡക്റ്റും വന്നേ കിട്ടുന്ന പൈസക്ക് തന്നെ കൊടുത്താൽ നമുക്ക് കിട്ടുന്നുണ്ട്. ആ റീറ്റെയിൽ ചെയ്താൽ നമുക്ക് വരുന്നുണ്ട് 38 റുപ്യ റീറ്റെയിൽ ചെയ്താൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതേപോലെ എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ ബ്രാൻഡ് മാറ്റി നമ്മൾ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റും ബ്രാൻഡ് മാറ്റി ചെയ്യുന്നതാണെങ്കിൽ, ഇത് 10 എണ്ണം നമ്മൾ ഡെയിലി നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ, ഇത് ഒരു ഒരു പാക്കേജ് ആയിട്ട് ഏറ്റെടുക്കുക. ഒരു 10 എണ്ണം നമുക്ക് ഈ പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ 350 റുപ്യ നമുക്ക് ഉണ്ടാക്കാം. ഇത് യൂസ് ചെയ്ത ആൾ ഇഷ്ടം പോലെ നമ്മളെ ഇന്നത്തെ സൂം മീറ്റിങ്ങിൽ ഉണ്ടാവും. ഗുണമുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയുന്നത്. എല്ലാ പ്രൊഡക്റ്റിനും നമ്മൾ ഗുണമുണ്ട്. ഇതേപോലത്തെ 10 പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. നിത്യം യൂസ് ചെയ്യുന്ന 10 പ്രൊഡക്റ്റ്. ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കുകയും ചെയ്യാം. ഹാൻഡ് വാഷ്, ഇത് നമ്മൾ നിത്യം യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. എല്ലാ വീട്ടിലും വാഷ് ബേസിൻ്റെ ഒരു ഹാൻഡ് വാഷ് ഉണ്ടാവും. പക്ഷെ നമ്മളതാണോ ഉണ്ടാവുക? അല്ല. നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആളെ വീട്ടിൽ വരെ ഏതാ ഉണ്ടാവുക? വേറെ ഏതെങ്കിലും കമ്പനിയുടെ സാധനം ഉണ്ടാവുക. ഇത് നമ്മുടെ പ്രൊഡക്റ്റ് ആക്കി നമ്മൾ മാറ്റുക. ഇത് 440 റുപ്യക്ക് ഈ ഹാൻഡ് വാഷ് കിട്ടും. ഇത് ലൂസാക്കി യൂസ് ചെയ്യുക സാധനം. 330 ഇതിന്റെ ഡീപ്പ് റേറ്റ് വരുന്നത്. ഡീപ്പ് റേറ്റ് 330 റുപ്യക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഒരു MRP 440 നമ്മൾ കൊടുത്താൽ 110 റുപ്യ ഒറ്റ പ്രൊഡക്റ്റും നമുക്ക് റീറ്റെയിൽ ആവുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റും വന്ന് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു ഷോപ്പിൽ നമ്മൾ പോയി നിൽക്കുന്ന എത്ര റുപ്യ നമുക്ക് കിട്ടും? 150 റുപ്യ, അല്ല 250, അല്ല 300 റുപ്യക്ക് ചോടയെ കിട്ടും. അതിന് എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കണം. ഫുഡ് വരെ നമ്മൾ കൊണ്ടുപോകേണ്ടി വരും.
ഇത് 4-5 അഞ്ചോ 10 പ്രോഡക്റ്റ് നമുക്ക് വിൽക്കാൻ സാധിച്ചാൽ ഒരു 500 രൂപ വരെ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റിയ വലിയൊരു മേഖലയിലാണ് നമ്മളുള്ളത്. അതിന്റെ ബിസിനസ് വോളിയം വരുന്നത് 75% എടുക്കുന്നതാണെങ്കിൽ 247.5 ബിസിനസ് വോളിയം നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ബിസിനസ് വോളിയം നമ്മൾ ക്യാഷ് ആക്കും. എത്ര രൂപ വരും? 14 രൂപ പൈസ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഓരോ പ്രൊഡക്റ്റിനും നമുക്ക് കിട്ടും. ഇത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഒരു 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 ഫാമിലി ഒരു വീട് നിർമ്മിച്ച് കഴിഞ്ഞ് ഒരു വീട്ടിൽ ജനിച്ച അന്ന് മുതലേ നമ്മൾ സാധനം വാങ്ങി യൂസ് ചെയ്യുന്നതാണ്. അത് ഓണോ വിഷുവോ എന്തെങ്കിലും ഒരു പരിപാടി വരുന്നെങ്കിൽ, ക്രിസ്മസോ എന്തെങ്കിലും ഒരു പരിപാടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ കടക്കാർ എന്തെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ടാ. എല്ലാ പ്രൊഡക്റ്റിനും ഇതേപോലെ വോളിയത്തിനെ ക്യാഷ് ആക്കിയിട്ട് സാധനം കിട്ടുന്നുണ്ട്. 110 രൂപ ലാഭമുണ്ട് പ്രൊഡക്റ്റ് കൊടുത്താൽ. ഇത്രയും നല്ലൊരു അവസരമാണ് നമ്മളെ കൈ കിട്ടി. ഇത് നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് സീരിയസ് ആയിട്ട് ഒന്ന് ഏറ്റെടുക്കുക. ഏറ്റെടുത്ത വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുക. 10 വെച്ച് ഒരു ദിവസം 10 വെച്ച് ചെയ്യുന്നതാണെങ്കിൽ 1100 രൂപ നമുക്ക് ഉണ്ടാക്കാം. ഹാൻഡ് വാഷ് ഈ സാധനം യൂസ് ചെയ്ത ആൾക്കാർ ഈ പ്രൊഡക്റ്റ് മാത്രമേ യൂസ് ചെയ്യൂ. അത് യാതൊരു സംശയമില്ല, ഒരു സംശയമില്ല. യൂസ് ചെയ്ത ആൾക്കാർ ഇതേ യൂസ് ചെയ്യും. അത്രയും നല്ല വണ്ടർഫുൾ പ്രൊഡക്റ്റാണ് ഇത് ഹാൻഡ് വാഷ്. ടോയ്ലറ്റ് ക്ലീനർ 110 റുപ്യാണ് കടയിൽ നമുക്ക് MRP റേറ്റ് ടോയ്ലറ്റ് ക്ലീനറിന്റെ. നിങ്ങൾ ഹാർപ്പിക്കാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. അത് എത്ര പൈസ കൊടുക്കണം? 118 റുപ്യാന്ന് എൻ്റെ സംശയം. 15 ഇപ്പൊ 18 ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു. നമ്മൾ എത്ര കിട്ടും? നമ്മളെ പേരും അഡ്രസ്സും ഉണ്ടെങ്കിൽ 83 റുപ്യക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടും. 83 റുപ്യക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് നമ്മൾ 110 കൊടുത്താൽ 27 റുപ്യ നമുക്ക് റീറ്റെയിൽ ഒറ്റ പ്രോഡക്റ്റ് വന്ന് കിട്ടും. ഒരു റുപ്യ 74 പൈസയോളം നമുക്ക് എന്ത് ചെയ്യുന്നത് കമ്പനി തരുന്നുണ്ട്. 10 വെച്ച് വിൽക്കാൻ തയ്യാറായ 270 റുപ്യ നമുക്ക് ലാഭം കിട്ടും, റീറ്റെയിൽ ലാഭം കിട്ടും. ഇത് ഉപയോഗിക്കാത്തൊരു വീടുണ്ടോ? എല്ലാ വീട്ടിലും 2 ടോയ്ലറ്റ് 3 ടോയ്ലറ്റ് ഉണ്ട്. എല്ലാ ടോയ്ലറ്റിലും ഈ സാധനം വേണം. എല്ലാ വീട്ടിലേക്കും ഈ സാധനം വേണം. കെമിക്കൽ കണ്ടന്റ് ഇല്ലാത്ത ഉൽപ്പന്നമാണ്. യൂസ് ചെയ്ത ആൾക്കാർക്ക് അതിന്റെ ഗുണനിലവാരം അറിയാം. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം? ഞാൻ എൻ്റെ വീട്ടിലെ ബ്രാൻഡ് ചേഞ്ച് ചെയ്യാം. എൻ്റെ വീട്ടിലെ ബ്രാൻഡ് ചേഞ്ച് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ വീട്ടിലെ ബ്രാൻഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ മതി. ഈ ബിസിനസ് ചെയ്യേണ്ട കാര്യങ്ങളായത്. ഇത് മാത്രം ചെയ്താൽ നമുക്ക് ഇതിൽ സക്സസ് ആകാൻ പറ്റും. അടുത്ത പറഞ്ഞ ടീ ചായ എത്തിയ MRP റേറ്റ് 420 റുപ്യക്കാണ് നമുക്ക് കിട്ടുന്നത്. അതിന്റെ ഡീപ്പ് റേറ്റ് 330 റുപ്യ ഉള്ളൂ. സ്പീഡാക്കുന്ന ഒറ്റ ചായപ്പൊടി നമ്മൾ കൊടുക്കുന്നതാണെങ്കിൽ, ഇത് നമ്മൾ കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 900 റുപ്യ ലാഭം കിട്ടും. 90 റുപ്യ കിട്ടും. ഒന്നും വന്ന് 10 നമ്മൾ കൊടുക്കാൻ തയ്യാറായി 900 റുപ്യ കിട്ടും. അത്രയും ഗുണമുള്ള സാധനമാണ് ഇത്. നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇത് കളർ വരും. സാധാരണ ചായപ്പൊടി പച്ചവെള്ളത്തിൽ ഇട്ടാൽ വരെ അതിന് കളറാവും. എന്ന് വെച്ചാൽ കെമിക്കൽ സാധനം. നമ്മളെ കെമിക്കൽ സാധനം തിളച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ ചായ ഇത് കളറായിട്ട് വരുന്നുള്ളൂ. അടുത്ത പ്രോഡക്റ്റ് ഫ്ലോർ ക്ലീനർ. ഇത് നമ്മൾ നിത്യം യൂസ് ചെയ്യുന്ന സാധനമാണ്. 35% ബിസിനസ് വോളിയം വരുന്നത്. 132 റുപ്യാണ് ഫ്ലോർ ക്ലീനറിന്റെ MRP റേറ്റ്. 199 രൂപ DP റേറ്റ് നമുക്ക് ID കൂടെ കിട്ടും ഈ പ്രോഡക്റ്റ്. ഇതിന്റെ ബിസിനസ് വോളിയത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ? 2 റുപ്യ പൈസ നമുക്ക് എന്തിന്റെ കമ്പനി തരുന്നുണ്ട്, കിട്ടുന്ന പൈസ കൊടുത്താൽ. അതേപോലെ റീറ്റെയിൽ ചെയ്താൽ 33 റുപ്യ ലാഭം കിട്ടുന്നുണ്ട്. ഒരു പ്രോഡക്റ്റിന് 33 റുപ്യ ലാഭം കിട്ടുന്നുണ്ട്. ഇത് 10 ചെയ്താൽ 300 റുപ്യ നമുക്ക് കിട്ടും. അത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു പാക്കേജ് ആയിട്ട് ഒരു പാക്കേജ് ആയിട്ട് എടുക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 10 പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക. ആവശ്യമുള്ള 10 പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക. അത് പറയാ ഈ ശരിക്കും MRPക്ക് നമ്മൾ വിൽക്കണമെന്നുണ്ടോ? പ്രൊഡക്റ്റ് 1200 റുപ്യന്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾ 1100 തന്നാ വീട്ടുകാർ എടുക്കാണ്ട് നിൽക്കൂല. 100 റുപ്യ ലാഭം കിട്ടുമെന്നാണ് വലിയ ഗുണമാണ്. ജനിച്ച അന്ന് മുതലേ സാധനം വന്ന കടയിൽ നിന്ന് കൊടുക്കൂല. MRP റേറ്റിനാണ് ഏതൊരു സൂപ്പർ മാർക്കറ്റിലും ഏതൊരു മാമന്റെ കടയിൽ പോയാലും നമുക്ക് പ്രൊഡക്റ്റിന് ഒരു ഉൽപ്പന്നം വാങ്ങുകയാണെങ്കിൽ MRP റേറ്റ് തന്നെ കൊടുക്കേണ്ടി വരും. നമ്മൾ 100 റുപ്യ കുറച്ച് തന്നാൽ മതി. എന്നാൽ ലാഭമില്ലേ? അതും ചെയ്യാം, അങ്ങനെയും ചെയ്യാം. ബിസിനസിന്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കി ചെയ്യണം. ആദ്യമല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്ത പാട് പേസ്റ്റ് കൊടുക്കുമ്പോൾ പറയാനും ബ്രഷ് ഇല്ലാത്ത എന്താണ്, ഇപ്പം ബ്രഷും വന്ന് ഇങ്ങനെ ഓരോ പ്രോഡക്റ്റിന് ഇറങ്ങിയത്. ഇപ്പൊ 4 പ്രോഡക്റ്റ് പുതിയ വന്നിട്ട് നമ്മുടെ ശരീരത്തിന് വിറ്റാമിൻസിന്റെ കലവറകളുള്ള 4 പ്രോഡക്റ്റ്. എല്ലാത്തിലും വിറ്റാമിൻസ് ഉണ്ട്. അത്രയും റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റാ. ഒന്ന് നരമ്പിന്റെ, ഒന്ന് പൈൽസിന്റെ, ഒന്ന് നീരിന്റെ. ഇങ്ങനത്തെ 4 പ്രോഡക്റ്റ് കൂടി ഇപ്പം വന്നിട്ടുണ്ട്. അപാര റിസൾട്ടാ. അടുത്ത പ്രോഡക്റ്റ് നീമിന്റെ സോപ്പ്.
ലക്ഷറി സോപ്പാ. 108 റുപ്യക്ക് MRP റേറ്റ് വരുന്നത്. 83 റുപ്യക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടും. ഇതിന്റെ ബിസിനസ് വോളിയം എത്ര വരുന്നുണ്ട്? 10 വെച്ച് ഡെയിലി കൊടുക്കുകയാണെങ്കിൽ 250 റുപ്യ കിട്ടും. ഒരു ഷോപ്പിൽ നിൽക്കുന്ന ആള് 10 പേസ്റ്റ് കൊടുക്കുക, എന്ത് പ്രയാസമാണ്. നിങ്ങൾ നോക്കി, ഒരു കടയിൽ പോയി 250 റുപ്യ കിട്ടും. ഈ ഷെൽഫ് ചെയ്ത് 1 മണിക്കൂർ കൊണ്ട് കൊടുക്കാനാവും. കടയിൽ പോയി രാവിലെ 8 മണിക്ക് ആ ഷോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരം 5:30 മണിയാകുമ്പോൾ ഒഴിവാകാനാവും. 5:30 മണിക്ക് വിടൂല. അത് നമ്മൾ ആർന്ന് മസിൽ പിടിച്ച് പോരേണ്ടി വരും. അപ്പോഴേക്ക് കുറെ ആൾ വന്നിട്ടുണ്ടാവും. പണിയും കഴിഞ്ഞ് വന്ന ആൾക്കാർ വൈകുന്നേരം കടയിൽ വരിക. അന്നേരം അത് എടുത്തു കൊടുക്കേണ്ട തിരക്കായിരിക്കും. 5 മണിക്ക് പറഞ്ഞ് 5:30 ആയിട്ടുണ്ടാകും, ചിലപ്പോൾ 6 മണി ആയിട്ടുണ്ടാകും. ട്രിപ്പിന് വരുന്ന വണ്ടി പോയിട്ടുണ്ടാകും, വീട്ടിലേക്ക് പോകാനുള്ള വണ്ടി പോകുമ്പോൾ അവിടുന്ന് ഒരു ഓട്ടോ കൂട്ടി പോകേണ്ട 250 ബസ്സായി. ആ ഇതിപ്പോ ഒരു ജോലിക്ക് പോകുന്ന അത് വിട്ടാ എന്ത് വിചാരിക്കുമെന്ന് വെച്ചിട്ടാണ് കുറെ ആളുടെ ഷോപ്പിലേക്ക് പോകുന്നത്, ജോലിയായിട്ട് പല കടകളിലും പോകുന്നത്. അതൊന്ന് മാറിയിട്ട് എന്ത് ചെയ്യാൻ വെച്ചാൽ ഈ ബിസിനസ് അവസരം ഏറ്റെടുക്കുക. അപ്പൊ നോക്ക്, 10 പേസ്റ്റ് കൊടുത്താൽ 250 റുപ്യ കിട്ടും. 10 പേസ്റ്റ് കൊടുക്കാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവും. ഒരു ലൈൻ ജി വരും. നമ്മളെ കൂടെ ഒരു സീമേച്ചി ഉണ്ട്. സീമേച്ചി എന്ന് വെച്ചാൽ വണ്ടി പോകുമ്പോൾ അടക്കം കൊടുക്കും സാധനം. അങ്ങ് പരിചയപ്പെടും, പ്രൊഡക്റ്റ് കൊടുക്കും. ലൈൻ വണ്ടി പോകുന്ന അന്നേരം എടുക്കും, നല്ല സാധനം എന്ന് പറഞ്ഞ് വിൽക്കും. അങ്ങനെ നമ്മൾ തയ്യാറാണ്. നമ്മളെ ജോലിയായിട്ട് ഇത് ഏറ്റെടുക്കുക. ഓണാനോടെ പേസ്റ്റ് ഇതാ മാക്സ് ബ്രൈറ്റ്. നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? നമ്മൾ കടയിൽ നിന്ന് 4 കിലോന് 100 റുപ്യക്ക് കിട്ടുന്ന പൊടി മേടിക്കും. 4 കിലോന് 100 റുപ്യ കിട്ടുന്ന പൊടി എത്ര വെള്ളത്തിൽ അലക്കിയാൽ അതിന്റെ പത നഷ്ടപ്പെടുക? പത പോകൂല. ഒരു 10 വെള്ളത്തിൽ ഒരുപാലും പത പോകൂല. ഈ സാധനം നമ്മൾ വെള്ളത്തിൽ മുക്കി പീയുമ്പോൾ പത എങ്ങനെ ഒരു കുടഞ്ഞങ്ങ് ആറിയിടും. ആറിയിട്ട് കഴിഞ്ഞാലോ ഈ വേർത്ത് കഴിഞ്ഞാൽ ഈ സാധനം സ്കിന്നിലേക്ക് ഇറങ്ങും. യാതൊരു സംശയമില്ല. സ്കിന്നിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ രോമക്കുഴിക്കൂടെ ഇത് ഉള്ളിലേക്ക് ഇറങ്ങും. സോറിയാസ് എന്ന അസുഖം യാതൊരു സംശയമല്ല വന്നിരിക്കും. നമ്മുടെ സാധനം 10 ലിറ്റർ വെള്ളത്തിൽ 3 തുള്ളി അവറ്റി കിട്ടും. ഉപയോഗിച്ച ആൾക്കാരില്ലേ, ചേറ് ശരിക്കങ്ങ് പോവും, പത കാണൂല. നമുക്ക് പതയാൻ വേണ്ടി എന്നാലേ ഒരു സുഖം ഉണ്ടാവും അലക്കുമ്പോൾ. അത്രയും നല്ല പ്രൊഡക്റ്റ്. 242 റുപ്യക്ക് ഇത് MRP കിട്ടും. ഈ സാധനം 150 റുപ്യ ID കൂടെ നമുക്ക് മേടിക്കാനാവും. ബിസിനസ് വോളിയം വരുന്നേ 65 ബിസിനസ് വോളിയം വരുന്നുണ്ട്. അപ്പൊ 3 റുപ്യ പൈസ കമ്പനി നമുക്ക് തരുന്നുണ്ട്. 55 റുപ്യ റീറ്റെയിൽ ചെയ്താല ലാഭമുണ്ട്. ഇത് 10 വെച്ചുകൊണ്ട് 550 റുപ്യ നമുക്ക് കിട്ടും. ഇതേപോലെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ കമ്പനി 150ഓളം പ്രൊഡക്റ്റ് 154ഓളം പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണ് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി. ഈ കമ്പനിയിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? നാളെ ആട്ടെ മറ്റന്നാളാട്ടെ പൈസ ഇല്ല. പൈസ ഉണ്ടാക്കാനുള്ള വലിയൊരു അവസരമാണ് നിങ്ങളുടെ സുഹൃത്തും ബന്ധുവും അതേപോലെ തന്നെ നിങ്ങളെ അടുത്ത ആൾക്കാർ നമ്മളോട് പറയണ്ടേ. ഈ സാധനം നമ്മൾ ചെയ്താൽ മാത്രം മതി. ചെയ്യണമെങ്കിൽ നിത്യം ഉപയോഗിക്കുന്ന സാധനത്തിന്റെ ബ്രാൻഡ് ചേഞ്ച് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബ്രാൻഡ് ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഓരോ പ്രൊഡക്റ്റിനും കിട്ടുന്ന പ്രോഫിറ്റും ലാഭവും ഞാൻ ശരിക്കും കണക്ക് കൂട്ടി വെച്ചതാണിത്. ഓരോന്നിനും കിട്ടുന്നതിന്റെ പ്രോഫിറ്റും ലാഭവും കറക്റ്റ് BVയും ഡീറ്റെയിൽസും എല്ലാ സാധനവും കറക്റ്റ് ചെയ്ത് അവസാനം നമുക്ക് എത്ര വരെ ലാഭം കിട്ടുന്നത് വരെ ഇതിലുണ്ട്. പറഞ്ഞ 10 പ്രൊഡക്റ്റ് നമ്മൾ MRP റേറ്റിനാണ് മേടിക്കുന്നെങ്കിൽ 2421 റുപ്യ എന്ത് കൊടുക്കണോ? MRP റേറ്റ് കൊടുക്കണം. അത് DPക്കാണ് മേടിക്കുന്നെങ്കിൽ 1845 റുപ്യ കിട്ടും ഈ സാധനം. അതേപോലെ തന്നെ ഈ സാധനത്തിന്റെ നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്ന പൈസേന്റെ ലാഭം 60 റുപ്യ പൈസയോ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ 576 റുപ്യ വിറ്റേന്റെ ലാഭം നമുക്ക് കിട്ടുന്നുണ്ട്. ഈ പ്രോഡക്റ്റ് എല്ലാം നമ്മൾ നിത്യം യൂസ് ചെയ്യുന്ന സാധനം മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനിയും ഒരു പ്രോഡക്റ്റ് ഉണ്ട്. പിന്നെ ഈ ബിസിനസ്സിലൂടെ വന്നതിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ബിസിനസ്സിലൂടെ വന്നതിൽ ഒരു വണ്ടി എടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഏറ്റെടുക്കുക, ശക്തമായി ഏറ്റെടുക്കുക. ഏറ്റെടുത്താൽ നമുക്ക് വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. വിജയിച്ചാൽ അനിൽകുമാർ സാറ് RTC റാങ്കിൽ എത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇവന്റിന് പ്രാധാന്യം കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോവുക, ശക്തമായി മുന്നോട്ട് പോകണം, ഏറ്റെടുക്കുക. എൻ്റെ ജോലിയാണിത്. നമ്മൾ ജോലി ചെയ്യുമ്പോൾ ചെയ്യണം. പാർട്ട് ടൈം ഒഴിവാക്കിയിട്ട് ചെയ്യുന്ന ആൾക്കാർ സീരിയസ് ആയിട്ട് ചെയ്യാം. ബൈക്ക് നമ്മളെ ടീമിന് മൊത്തമായിട്ട് എടുത്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ JSRക്ക് ബൈക്ക് എടുത്തിട്ടുണ്ട്.